സബ്സ്ക്രൈബ് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ആപ്പിൾ ജ്യൂസ് ധാരാളമായി കിട്ടുന്ന ഒരു സംഗതിയല്ല. ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം ആപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുള്ളത് ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്രമാണ്. അവിടെ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. അത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റേൺ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് ട്രെയിനുകളൊക്കെ പുറപ്പെടുകയും അവിടെ ആണ് അവസാനിക്കുകയും ചെയ്യുക. വെസ്റ്റേൺ റെയിൽവേയുടെ എല്ലാ ട്രെയിനുകളും പുറപ്പെടുകയും അവസാനിക്കുകയും ചെയ്യുന്ന മേജർ സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ. മുംബൈയുടെ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനുകളും ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലാണ് വരിക. അവിടെ നിന്നാണ് മുംബൈ സിറ്റിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ വഴിയാണ് നമ്മൾ സിറ്റിയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഈ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ ഞാൻ ആപ്പിൾ ജ്യൂസ് കണ്ടിട്ടുള്ളത്. ആപ്പിൾ ജ്യൂസ് അവിടെ പോകുമ്പോൾ ആപ്പിൾ ജ്യൂസ് വാങ്ങി കുടിക്കുക പതിവായിരുന്നു. വളരെ രുചിയാണ് ആപ്പിൾ ജ്യൂസിന്. ആപ്പിളിൻ്റെ കളറാണ്. ആപ്പിളിന് പുറകുവശത്ത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു മെറൂൺ നിറമാണ്. അതേ നിറമാണ് ഈ ജ്യൂസിന്. ആപ്പിളിൻ്റെ അതേ രുചി. അതിൽ പ്രത്യേകമായി പഞ്ചസാരയോ ഐസ് കട്ടയോ ഒന്നും ചേർക്കുന്നതായി കണ്ടിട്ടില്ല. ആപ്പിളിന് ഒരു പ്രത്യേക രുചിയുണ്ട്, ഒരു ചെറിയ ചവർപ്പും അതോടൊപ്പം നല്ല മധുരവും. അതേ രുചിയിലാണ് ഈ ആപ്പിൾ ജ്യൂസ് കിട്ടുക. എന്നാൽ ആപ്പിൾ ജ്യൂസ് ഫ്രഷ് ജ്യൂസാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് കുപ്പിയിൽ അടച്ചു വെച്ച ജ്യൂസാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് ഞാൻ വാങ്ങി കുടിച്ചിട്ടുള്ളത് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനറി ഈ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മുംബൈയിലുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലും ഇത് കണ്ടിട്ടില്ല. ഇത് അതിൻ്റെ മെഷീനറിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ നമ്മൾക്ക്